യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞങ്ങളും ഫരിസേയരും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോടർക്ക് ദുഃഖം ആചരിക്കാനാവുമോ? മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണി കഷ്ണം തുന്നി പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തയ്ച്ചു ചേർത്ത തുണി കഷ്ണം വസ്ത്രത്തിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ വലുതാവുകയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞ് ഒഴുകിപ്പോവുകയും കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. അതിനാൽ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കുക. അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും. നല്ല ചിന്ത. ഒരിടത്ത് വളരെ സന്തോഷമായും സ്വസ്ഥമായും ജീവിച്ച ഒരു കുടുംബമുണ്ടായിരുന്നു. അവർ ധനികരായിരുന്നില്ല, വെറും സാധാരണക്കാർ. ഒരു ദിവസം ഭാര്യ ഭർത്താവിൻ്റെ വളരെ അസാധാരണമായ ഒരു കാര്യം ശ്രദ്ധിച്ചു. അദ്ദേഹം ജോലി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് സമീപത്തുള്ള ഒരു ചെറിയ വൃക്ഷത്തിൽ കൈകൾ വെച്ചുകൊണ്ട് കുറേ നേരം നിശബ്ദനായി നിന്ന ശേഷമാണ് വീട്ടിലേക്ക് പ്രവേശിച്ചത്. അന്ന് അവൾ അത് കാര്യമാക്കിയില്ല. എന്നാൽ വീണ്ടും അങ്ങനെ കണ്ടപ്പോൾ അവൾ ഭർത്താവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ എല്ലാ ദിവസവും വൃക്ഷത്തിൽ കൈവച്ചുകൊണ്ട് കുറേ സമയം മൗനമായി നിൽക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ജോലി സംബന്ധമായി പലവിധ പ്രശ്നങ്ങളുണ്ട്. അവയെല്ലാം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ വീടും നരകമാകും. അതുകൊണ്ട് വൈകിട്ട് വരുമ്പോൾ അവയെല്ലാം ഞാൻ ആ വൃക്ഷത്തിലേക്ക് വയ്ക്കും. പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഞാനത് അവിടെ നിന്ന് എടുക്കാൻ ശ്രമിക്കും. പക്ഷേ അപ്പോഴേക്കും ആ പ്രശ്നങ്ങളെല്ലാം നിസ്സാരങ്ങളായി കഴിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് സന്തോഷമായി ജീവിക്കുവാൻ കഴിയുന്നത്. ജീവിതത്തിൽ അതുകൊണ്ടാണ് നമുക്ക് സന്തോഷമായി ജീവിക്കുവാൻ കഴിയുന്നത്. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തത് ആർക്കാണ്? ചിലർക്ക് പല പ്രശ്നങ്ങളും വളരെ ഭാരമുള്ളതായിരിക്കും. അതെ, ചെറിയൊരു ചുമടെങ്കിൽ പോലും ദിവസം മുഴുവൻ തലയിൽ വെച്ചുകൊണ്ട് നടന്നാൽ അതിന് എത്ര വലിയ ഭാരമായിരിക്കും. മുൻകാലങ്ങളിൽ വാഹനങ്ങളില്ലാതിരുന്നപ്പോൾ മനുഷ്യർ ചുമടുകൾ തലയിൽ വെച്ചുകൊണ്ടായിരുന്നു ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയിരുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് ചുമടുകൾ താഴ്ത്തി വെച്ച് വിശ്രമിക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ ചുമടുകൾ താഴ്ത്തി വയ്ക്കുന്നതിന് പല സ്ഥലങ്ങളിലും ചുമടുതാങ്ങികൾ ഉണ്ടായിരുന്നു. ഭാരങ്ങൾ വഹിക്കുന്നവർക്ക് അത് താഴ്ത്തി വയ്ക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. പക്ഷേ എവിടെയാണ് അത് താഴ്ത്തി വയ്ക്കുക? അതിന് പറ്റിയ ഒരിടം വേണം. എല്ലാ ഭാരങ്ങളും വൃക്ഷത്തിൽ കൈവച്ച് നിന്നതുകൊണ്ട് ഇറക്കി വയ്ക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ അങ്ങനെ ഇറക്കി വയ്ക്കാൻ കഴിയുമെങ്കിൽ അടുത്ത ദിവസത്തേക്ക് അത് വളരെ ലഘുവായി തീരും. ചുമട് താങ്ങിയിൽ ഇറക്കി വെച്ചിട്ട് കുറച്ചു സമയം കഴിഞ്ഞ് എടുക്കുമ്പോൾ ഇറക്കി വയ്ക്കുമ്പോഴത്തെ ഭാരം അതിനുണ്ടാവില്ല. ജീവിതത്തിലെ ഭാരങ്ങൾ ചുമലിൽ നിന്ന് ഇറക്കി വയ്ക്കുവാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അതിനു പറ്റിയൊരു വൃക്ഷം അല്ലെങ്കിൽ ചുമട് താങ്ങി നമ്മുടെ സമീപമുണ്ട്. അതാണ് സർവശക്തനായ ദൈവം. ജീവിതഭാരങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ അവ വളരെ ലഘുവായി തീരും. പക്ഷേ അങ്ങനെ ചെയ്യുവാൻ മനസ്സില്ലാതെ തനിയെ ചുമക്കുവാനാണ് പലരും ശ്രമിക്കുന്നത്. അതാണ് പ്രശ്നങ്ങൾ ഭാരമുള്ളവയാകുവാൻ കാരണം. ജീവിത പ്രശ്നങ്ങളെ ദൈവത്തിൽ സമർപ്പിച്ച് ശാന്തമായി ജീവിക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ. ഒരു നല്ല സന്ദേശം. വഴിനീളെ ബഹളം വെച്ച് കളിയും ചിരിയും സന്തോഷവുമായി ആഘോഷിച്ചു നടക്കുന്ന
കുട്ടിക്കൂട്ടങ്ങൾ പള്ളിക്കൂടത്തിൻ്റെ പടി കടക്കുമ്പോൾ നിശബ്ദരായി മാറുന്നത് കണ്ടിട്ടില്ലേ? പിന്നെ അവർ വേറൊരു ലോകത്താണ്. തിരികെ ആ ഗേറ്റ് കടന്ന് പുറത്തിറങ്ങും വരെ ശരിക്കുമുള്ള അവരെ കാണാനാവില്ല. അതുപോലെ ചില മനുഷ്യരുണ്ട്, കൂട്ടുകാരുമൊത്ത് ആർപ്പ് വിളിച്ചും സന്തോഷിച്ചും മതിമറക്കുന്നവർ. കൂട്ടുകാരും ഒന്നിച്ചുള്ള യാത്രകളിലൊക്കെയും സ്വയം ആഘോഷമാവുന്നവർ. പക്ഷെ സ്വന്തം വീടിൻ്റെ പടി കടക്കുന്ന ആ നിമിഷം മുതൽ മറ്റൊരു മനുഷ്യനാകും. ഒരു പുഞ്ചിരി പോലും അവരുടെ ചുണ്ടിൽ വിരിഞ്ഞെന്ന് വരില്ല. അവരുടെ സാന്നിധ്യത്തിൽ വീട്ടിലുള്ള മറ്റുള്ളവർ പോലും ഒന്നുറക്കെ ചിരിക്കാനോ ഉറക്കെ സംസാരിക്കാനോ ഭയപ്പെടും. അവരുടെ ഭയം ഈ മനുഷ്യർ വല്ലാതെ ആസ്വദിക്കുന്നത് കാണാം. തന്നെ വീട്ടിലുള്ളവർക്കെല്ലാം പേടിയാണെന്ന് അഭിമാനത്തോടെ മറ്റുള്ളവരോട് പറയുന്നത് കേൾക്കാം. ശരിക്കും ഈ മനുഷ്യർ വീട് വിട്ട് പുറത്തേക്ക് പോകുമ്പോഴാവും വീട്ടിലുള്ളവർ മനസ്സമാധാനത്തോടെ ഒരു ശ്വാസം വിടുന്നത്, മനസ്സ് തുറന്ന് പരസ്പരം സംസാരിക്കുന്നത്, ഒന്നുറക്കെ ചിരിക്കുന്നത്. അവരുടെ അസാന്നിധ്യത്തിലാകും ആ വീടിന് ജീവൻ വയ്ക്കുന്നത്. ഇറങ്ങി നടക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും കഴിയാതെ പോയൊരു കെണി പോലെയാകും ആ വീടിനെ അവിടെയുള്ള മറ്റുള്ളവർക്ക് അനുഭവപ്പെടുന്നുണ്ടാവുക. ഒരു വീട് സ്വർഗമാകുന്നത് അവിടെയുള്ളവരുടെ ഒത്തുചേരലിൻ്റെ സന്തോഷത്തിലാവണം. അവിടെ ഒരാളെ മറ്റുള്ളവർ ഭയക്കുന്നുവെങ്കിൽ അതെങ്ങനെയാണ് കുടുംബമാവുക? ഒപ്പമുള്ളവരിൽ ഭയം നിലനിർത്താൻ ആർക്കും കഴിയും. സ്നേഹം നിലനിർത്താനാണ് പ്രയാസം. ഭയമുള്ളിടത്ത് മനസ്സുകളുടെ പങ്കുവെക്കലുകൾ പടിയിറങ്ങും. കടപ്പാട്. എല്ലാം ദൈവമഹത്വത്തിനായി, ഈശോയുടെ അപ്പച്ചനു വേണ്ടി. ഫോർ ജെ ഫാദർ. ബുക്ക് മിസ്സിസ് സോമന വർഗീസ്. ബുക്ക് ആവശ്യമുള്ളവർ 9846 429 535 നമ്പറിൽ വിളിക്കുക. ₹300 ഫോർ ചാരിറ്റി. ജനുവരി നെല്ലിക്കുന്ന് പെരുന്നാൾ സപ്ലിമെൻ്ററി പരസ്യം. എല്ലാം ദൈവമഹത്വത്തിനായി. കടപ്പാട്. ബ്രദർ EV മാണി, ലേറ്റ്. ആത്മാ ബുക്സ്. ഭാരതത്തിന്റെ മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന് കെട്ടുവെള്ളത്തിൽ ദിവസങ്ങളോളം താമസിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. അവിടെ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ സർഗ സൃഷ്ടികളെല്ലാം രൂപം കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു രാത്രി ഒരു മെഴുകുതിരി വെട്ടത്തിലിരുന്ന് തന്റെ സർഗ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ഈ കെട്ടുവെള്ളത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന ഒരു ഇളം തെന്നൽ ആ മെഴുകുതിരി നാളത്തെ അടച്ചു കളഞ്ഞു. പെട്ടെന്ന് നിലാവിന്റെ ഒരു ചീന്ത് ഈ ഹൗസ് ബോട്ടിന്റെ റൂമിന്റെ ഉള്ളിലേക്ക് ചിതറി വീണു. ഇത് കണ്ട് അമ്പരന്നു പോയ രവീന്ദ്രനാഥ ടാഗോർ സ്വയം പറഞ്ഞു, ഇത്രയും മനോഹരമായ നിലാവിന്റെ ചീന്തിനെ ഈ റൂമിലേക്ക് വരുന്നതിൽ നിന്ന് തടഞ്ഞത് എന്റെ ഇത്തിരി പോന്ന മെഴുകുതിരി വെട്ടമാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ പ്രകാശം, ഈ സാർവ ലൗകിക സൗന്ദര്യം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതിനെ തടയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അഹങ്കാരത്തിന്റെ ചിന്തകളാണ്, അഹങ്കാരത്തിന്റെ വികാരങ്ങളാണ്, അഹങ്കാരത്തിന്റെ വാക്കുകളാണ്. ഞാനെന്ന ഭാവം നമ്മുടെ ഉള്ളിൽ അണഞ്ഞു പോയാൽ ദൈവത്തിന്റെ ചൈതന്യം നാം ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് വരിക തന്നെ ചെയ്യും. Perfection. The culmination of fine details. ശുശ്രൂഷകരുടെ സ്ഥാനം. അപ്പോളോസ് ആരാണ്? പൗലോസ് ആരാണ്?
കർത്താവ് നിശ്ചയിച്ചതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം. നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ്. ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കും. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും. 1 കൊറിന്തോസ് 3:5-9. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വലിയ ട്വിസ്റ്റാണ് ഇന്ന്. എല്ലാം ദൈവമഹത്വത്തിനായി എൻ്റെ ബുക്ക് നെല്ലിക്കുന്ന് പള്ളി പെരുന്നാൾ സ്മൃതി പരസ്യമാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടെ. പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്.